ജനത്തിന് രോഷമുണ്ടാവും, സംശയം എന്താ? ഈ പടക്കം മഴ ചെയ്ത തണുത്തോലെ ഇത്, ഈ പടക്കം വാങ്ങി കുത്തിരിക്കുക അതിൻ്റെ മുകളിൽ ഇത് പൊട്ടിക്കാൻ വേണ്ടി അധികാരം ഏറുന്നത്. ഇത് ഇങ്ങനെ നീണ്ടുപോയാൽ എവിടെത്തും? ഇതിപ്പോൾ ഞങ്ങളെ നേതാക്കന്മാരും ഞങ്ങളെ മുന്നണിയിലാണല്ലോ, കോൺഗ്രസ് ഞങ്ങളെ ജ്യേഷ്ഠനെ പോലെയാണ്. അതിൻ്റെ നേതാക്കളൊന്ന് കേൾക്കട്ടെ, ഞങ്ങളൊക്കെ ഒരു വേദന എത്രയും പെട്ടെന്ന് ആകണം. ഇത് സമയം എടുത്താൽ ഇവിടെ ഇബിലീസ് ഇറക്കും. ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അതാണ് കുറെ വിഷജന്തുക്കൾ വാഴുന്ന നാടാണ്. ചിലർ ആഗ്രഹിക്കുന്ന പേരിലേക്ക് എത്തിയില്ലെങ്കിൽ ഉടനെ എത്തിക്കോളും, അത് ഉടനെ പ്രതികരിക്കാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യുന്നവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് വരെ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള അഭിപ്രായമുണ്ട്. മനസ്സിലാക്കണം. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന BJPയിലെ ഈ വിഷജന്തുക്കൾ പറയുക കോൺഗ്രസ് വിദ്യാഭ്യാസം ഏറ്റെടുക്കണം. മുക്താക്കാൻ പോണോ കോൺഗ്രസിനോട് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കാൻ ആ മുരളീധരൻ. മനസ്സിലാക്കണം. എന്താ സത്യപ്രതിജ്ഞ അറിയും നിങ്ങൾ? ഇന്ത്യൻ ഭരണഘടന പ്രകാരം ആർക്കും ഇവിടെ മത്സരിക്കാനും വിജയിക്കാനും ഏത് മന്ത്രാലയത്തിൽ മന്ത്രിയാകാനും രാജ്യത്തിലെ പൗരനുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം കൊടുക്കരുതെന്നാണ് ഒരാൾ പറയുന്നത്. സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് വിദ്യാഭ്യാസ വകുപ്പ് ഇന്ന ആളുകൾ എടുക്കാൻ പാടില്ല, അത് പറയാം. ഇവർക്ക് എന്താ അധികാരമുള്ളത്? ഇതൊക്കെ പറയാനുള്ള ഗവൺമെന്റ് കൊടുക്കണം എന്തിനാ? ഈ നാട് വീണ്ടും കത്തിക്കാനാണ്. എല്ലാം ഇങ്ങോട്ട് അവസാനം ഒക്കെ ലീഗിനെ വരടിക്കിട. ലീഗ് വന്ന് അങ്ങോട്ടാക്കും, ലീഗ് വന്ന് ഇങ്ങോട്ടാക്കും. ലീഗ് വന്നിന് കുറെ കാലം മുഖ്യമന്ത്രിയും ഈ കേരളത്തിലെ എല്ലാ വകുപ്പും ഞങ്ങൾ എക്സൈസ് അല്ലാത്ത ബാക്കിയൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തിന്. പോയി പരിശോധിക്ക്, ഓഡിറ്റ് നടത്ത്. ഈ പറയുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ഈ തമ്പാക്കാൻ പറയും. ചേക്കുട്ടി സാറിനോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് പുസ്തകത്തിലുണ്ട്. കേരളത്തിൽ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഒരു നിവേദനം പോലും എന്താണ് കാത്തിരിക്കാതെ അവധി പ്രഖ്യാപിച്ച മന്ത്രിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ CH മുഹമ്മദ് കോയാണ്. അങ്ങനെ ഞങ്ങളെ നേരെ വരുന്നത്. സംസ്കൃത സർവകലാശാല ഈ നാട്ടിൽ സ്ഥാപിച്ചത് ഞങ്ങളാ, മലയാള സർവകലാശാല സ്ഥാപിച്ചത് ഞങ്ങളാ, സാങ്കേതിക സർവകലാശാല കൂസാറ്റ് ഉണ്ടാക്കിയത് ഞങ്ങളാ. അങ്ങനത്തെ ഞങ്ങളെ നേരെ നിങ്ങൾ ഈ പറയുന്നത്. ഞങ്ങൾ വന്ന എന്തോ കുന്താവും. ഈ വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിന് കൊടുക്കരുതെന്ന് പറയുമ്പോൾ മറ്റു പാർട്ടികളില്ല. അവിടെ ആരെങ്കിലും ഒന്നും മുണ്ടിയോ? ഒരു അക്ഷരം മുണ്ടിയില്ലല്ലോ. അതാണ് പറയും. ഇവിടെ ഇങ്ങനെ ഈ എന്തും വിളിച്ചു പറയാവുന്ന ഒരു നാടാക്കി പിണറായി വിജയൻ ഈ 10 കൊല്ലം ഈ നാടിനെ മാറ്റിയാണ്. അതിന് ഒരു അറുതി വരണമെങ്കിൽ ഏതെങ്കിലും നല്ല ഉഗ്രം ഭരണകൂടം വേണം, നല്ല മതേതര പ്രതിബദ്ധതയുള്ള ഒരു ഭരണകൂടം വേണം. ഇത്തരത്തിലുള്ള വിഷജന്തുക്കളെ തൂക്കി അകത്തിടാൻ പറ്റുന്ന ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം UDFൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കേരളത്തിലെ ജനത. അപ്പോൾ അതിങ്ങനെ നീട്ടി കൊണ്ടുപോകുമ്പോൾ അവർക്ക് വിഷമങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അത് സ്വാഭാവികമായും MLA മാരെ ബാധിക്കും, യാതൊരു സംശയവുമില്ല.